കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്നവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും വന്ദനം അറിയിച്ചും കൊള്ളുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ അനുഗ്രഹീതമായ അളവിൽ ഈ ആരാധന ലീഡ് ചെയ്യുന്ന ശ്രേഷ്ഠ അഭിഷക്തനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നിറഞ്ഞ ആദരവോടെ വന്ദനം ചെയ്യുന്നു. വർഷിപ്പ് ടീമിനെ ഓരോ സഹോദരങ്ങളെയും അഭിഷക്തന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിലും ഉപരി എളിയവരുടെ മേൽ പകരപ്പെടുന്ന ആ വലിയ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിമ്പിൽ അധ്വാനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ സഹോദരങ്ങളെയും ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനെ ഒക്കെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി ആരാധനയിൽ നിങ്ങളുടെ ഓരോ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വലങ്കരങ്ങൾ അത്ഭുതകരമായി പ്രവർത്തിക്കട്ടെ. നിങ്ങൾ ധന്യരായിരിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹീതരായിരിക്കട്ടെ. വളരെ വേഗത്തിൽ ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് എന്നെ സ്പർശിച്ച പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ്. 68-ാം സങ്കീർത്തനം, അതിൻ്റെ 68-ാം സങ്കീർത്തനം നാം വായിച്ചു. അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 68-ാം സങ്കീർത്തനം 9-ാം വാക്യം. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. ക്ഷീണിച്ചു പോയ ദൈവത്തിൻ്റെ അവകാശം അത് ദൈവത്താൽ തണുപ്പിക്കപ്പെടുന്നു. ക്ഷീണിച്ചു പോയ ദൈവത്തിൻ്റെ അവകാശം അത് ദൈവത്താൽ തണുപ്പിക്കപ്പെടുന്നു. അത് ദൈവത്താൽ റിവൈവ് ചെയ്യപ്പെടുന്നു. അത് ദൈവത്താൽ ഉറപ്പിക്കപ്പെടുന്നു. സ്തോത്രം. ആ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അവകാശങ്ങൾ ക്ഷീണിച്ചു പോയി. എന്താണ് ഒരു മനുഷ്യൻ്റെ ക്ഷീണം? ഒരു മനുഷ്യൻ്റെ ക്ഷീണമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ക്ഷീണം 3 തലത്തിലുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ശരീരം ക്ഷീണിതമായി തീരാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായിരിക്കുന്ന ആത്മീയ ശിഷ്യനായിരിക്കുന്ന ആത്മീയ പുത്രനായിരിക്കുന്ന തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ തിമത്യോസിൻ്റെ അടുക്കൽ പറയുകയാണ്, മകനെ തിമത്യോസ്, നീ അതിതീവ്രമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിൻ്റെ ആഹാര ക്രമീകരണങ്ങൾക്കകത്ത് ഒത്തിരി ചിട്ടവട്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആകയാൽ നിൻ്റെ ശരീരം കൂടെ ക്ഷീണിക്കുന്നത് ഞാൻ കാണുന്നു. ആകയാൽ നീ ദാനിയേലിനെ പോലെ, ശാദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ ശാഖപദാർത്ഥവും പച്ചവെള്ളവും മാത്രം കുടിച്ച് ചെയ്യേണ്ടതായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് അവിടെ ഉത്ബോധിപ്പിക്കുമ്പോൾ തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം. ഇവിടെ തിമത്യോസിനൊരു ക്ഷീണം സംഭവിക്കുകയാണ്. ആ ക്ഷീണമെന്ന് പറയുന്നത് ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണത്തെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത് ഒരിക്കൽ യേശു കർത്താവ് വഴി നടന്നു പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ, അല്ലെങ്കിൽ 6-ാം മണി നേരം 12 മണിയാകുമ്പോൾ, അത്യുഷ്ണത്തിൻ്റെ നടുവിൽ, കടുത്ത വെയിലിൻ്റെ നടുവിൽ യേശു കർത്താവ് ക്ഷീണിച്ചു യാക്കോബിൻ്റെ ഉറവിനരികെ ഇരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ക്ഷീണിച്ചുവെന്ന്. എന്നാൽ ഇതൊക്കെ ഫിസിക്കലി, ശാരീരികമായി ഉണ്ടാകുന്ന ക്ഷീണമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശരീരത്തിൻ്റെ ഏത് അനുഭവത്തിൽ, ഏത് അവസ്ഥയിൽ, ആന്തരികമോ ബാഹ്യമായ ക്ഷീണങ്ങൾ ഉണ്ടാകട്ടെ, ഈ ആരാധന നിൻ്റെ ക്ഷീണങ്ങളെ മാറ്റുന്നതാണ്. രണ്ടാമതായി, ഒരു മനുഷ്യൻ്റെ ക്ഷീണാവസ്ഥ എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസിക തലത്തിൽ ക്ഷീണം സംഭവിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വഴിയുടെ ദൂരം നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചുവെന്നാണ് പറയുന്നത്. വഴിയുടെ ദൂരം നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. തേയാത്ത ചെരുപ്പും ജീർണിക്കാത്ത ഉടുപ്പും മുടങ്ങാത്ത ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ആകയാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിന് ക്ഷീണം സംഭവിക്കാം. അത് ക്ഷീണത്തിൻ്റെ 2ാമത്തെ തലമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ നോക്കി വിളിച്ചപേക്ഷിക്കും. ജീവിതത്തിൽ നിരന്തരമായ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം ക്ഷീണിക്കാം, മനസ്സ് ക്ഷീണിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ജീവിതത്തിൽ ഒരുത്തൻ്റെ മനസ്സ് ക്ഷീണിച്ചു പോയാൽ മനസ്സ് മടുത്തു പോകും. ക്ഷീണം നിരാശയുടെ ആദ്യത്തെ പടിയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ക്ഷീണം നിരാശയുടെ ആദ്യത്തെ പടിയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് എവിടെയെങ്കിലും മനസ്സ് ക്ഷീണിച്ചിട്ടും അധൈര്യപ്പെട്ടും ഇരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ച യേശു കർത്താവിൻ്റെ കാൽവറിയിലേക്ക് നിങ്ങളുടെ കണ്ണും
മനവും ഉയർത്തുമ്പോൾ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ദുർബലങ്ങൾക്കപ്പുറം ക്ഷീണിച്ചു പോയ ദൈവത്തിൻ്റെ അവകാശത്തെ തണുപ്പിക്കുന്ന ഒരു മഴ ഇന്ന് ഈ ആരാധനയിൽ ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം. ഒന്ന്, ശാരീരികമായ ക്ഷീണതകളുണ്ട്. രണ്ട്, മാനസികമായ ക്ഷീണതകളുണ്ട്. മൂന്ന്, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ, പോരാട്ടങ്ങൾ പ്രബലമാകുമ്പോൾ, ശത്രുവിൻ്റെ വെല്ലുവിളികൾ മുഴങ്ങി കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മീയതയിൽ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആത്മീയ ക്ഷീണങ്ങൾക്ക് അവൻ അനുവാദം കൊടുക്കരുത്. റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഏകദേശം 100 വയസ്സ് ഉള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറയുകയാണ്. ജീവിതത്തിൽ ഒന്ന്, ശാരീരികമായി ക്ഷീണിച്ചു പോകാം. രണ്ട്, മാനസികമായി ക്ഷീണിച്ചു പോകാം. മൂന്ന്, ആത്മീക ക്ഷീണം സംഭവിക്കാം. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, നിർജീവത്വത്തെ ഗ്രഹിച്ചിട്ടും പ്രായം കടന്നുപോയിട്ടും തൻ്റെ ശരീരത്തിൻ്റെ ചലനാത്മകത നഷ്ടപ്പെടുമ്പോഴും അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുതെന്ന് പറ. പ്രതികൂലത്തിൻ്റെ ദിനരാത്രങ്ങൾ നീണ്ടു നിന്നാലും, പരിശോധനയുടെ അഗ്നിനാളങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ കത്തി ഉയർന്നാലും, കൊടുങ്കാറ്റ് നിന്റെ പടകിന് നേരെ ആഞ്ഞിടിച്ച് തിരയുടെ തള്ളിക്കയറ്റിൽ നിന്റെ പടക് സമുദ്രത്തിൻ്റെ ആഴത്തിലെ ചെളിക്കുണ്ടിൽ എവിടെയെങ്കിലും പുതഞ്ഞു പോകുമെന്നോ, ലോകം പ്രകൃതി നിനക്കെതിരെ വിരൽ ചൂണ്ടി വെല്ലുവിളിക്കുമ്പോഴും നീ പറയണം, എൻ്റെ വിശ്വാസം ക്ഷീണിക്കത്തില്ല, എൻ്റെ വിശ്വാസം ക്ഷീണിക്കത്തില്ല. ആകയാൽ ഒരു മനുഷ്യനെ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി 3 തലത്തിൽ ക്ഷീണിപ്പിക്കുവാൻ പൈശാചിക തലങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നതിന് അവൻ്റെ പ്രായമോ അവൻ്റെ ശക്തിയോ ഘടകമായിരിക്കുന്ന ഒരു വിഷയമല്ല. തിരുവെഴുത്തിലൊരു വാക്യമുണ്ട്, ദേശത്തിലെ ഉന്നതന്മാരൊക്കെയും ക്ഷീണിച്ചു പോകുന്നുവെന്ന്. അതുപോലെ സ്തോത്രം, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ പറയുകയാണ്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകുന്നു. നമ്മൾ പൊതുവെ കരുതും പ്രായാധിക്യത്തിലും വാർദ്ധക്യത്തിലുമാണ് ക്ഷീണം സംഭവിക്കുന്നതെന്ന്. എന്നാൽ ഇവിടെ പറയുകയാണ്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകുന്നു. ആകയാൽ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ പ്രായമുള്ളതുകൊണ്ട്, നല്ല യൗവനമായതുകൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് ആരും കരുതരുത്. ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിക്കുമ്പോൾ സ്തോത്രം, ഞാൻ ഏതെങ്കിലും ഉന്നത സ്ഥാനത്താണെന്ന് കണ്ട് ക്ഷീണിച്ചു പോകത്തില്ലെന്ന് കരുതരുത്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ പ്രായഭേദമന്യേ, സ്ഥാനഭേദമന്യേ, മാനഭേദമന്യേ മനുഷ്യൻ ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ലോകം മുഴുവനും നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ്. ലോകം നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നതാണ്. ലോകത്തിൽ നിങ്ങളെ ക്ഷീണിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു സംഗതിയെ നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചു തരാമോ? സ്തോത്രം. ഒരു മനുഷ്യൻ വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് അവന് സംഭവിക്കുന്നത്? അവൻ കഴിച്ച ആഹാരം അവനെ ഒരു വല്ലാത്ത ക്ഷീണത്തിലേക്ക് കൊണ്ടുപോകും. സ്തോത്രം. ഒരു മനുഷ്യൻ സ്തോത്രം ധാരാളം അവൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായി, അവനെ നന്നായി ആഘോഷിച്ചാൽ അവൻ്റെ ആഘോഷങ്ങൾ സന്തോഷം എന്താണ് നൽകുന്നത്? അവന് ക്ഷീണങ്ങളാണ് നൽകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം കഴിയുമ്പോൾ വിവാഹത്തിന് രാവിലെ ആവേശത്തോടുകൂടെ കുടുംബാംഗങ്ങളൊക്കെ ഒരുങ്ങുന്നത് കാണാം. പക്ഷേ വിവാഹത്തിൻ്റെ അന്ന് സന്ധ്യയാകുമ്പോൾ എല്ലാവരും നടുവിന് കൈകൊടുത്ത് വീടുകളിലെ സെറ്റിയെ വന്നിങ്ങനെ ഇരുന്നിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്, ഇന്നത്തെ ആഘോഷം എന്ത് ചെയ്തു? ഞങ്ങളെ ക്ഷീണിപ്പിച്ചു. സെലിബ്രേഷൻസ് പോലും മനുഷ്യനെ ക്ഷീണിപ്പിക്കും. ഇനിയും ക്ഷീണം മാറാൻ ഒന്ന് ഉറങ്ങാമെന്ന് ചിന്തിച്ചാലോ, അരമണിക്കൂർ നിങ്ങൾ എന്നും എഴുന്നേൽക്കുന്ന സമയത്തെക്കാട്ടിലും 1 മണിക്കൂർ അധികം കിടന്നൊന്ന് ഉറങ്ങി നോക്ക്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അസമയത്ത് കിടന്നുറങ്ങിയാൽ നമ്മൾ എന്തു സംഭവിക്കും? ശരീരം ക്ഷീണിക്കും. ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സകല സാഹചര്യവും നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ്. വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണമുണ്ടാകും, നട്ടുച്ചയ്ക്ക് വെയിലടിക്കുമ്പോൾ ഒരു ക്ഷീണമുണ്ടാകും, സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ക്ഷീണമുണ്ടാകും. പ്രകൃതിയുടെ സ്വഭാവം മുഴുവനും മനുഷ്യനെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യനെ ക്ഷീണിപ്പിക്കുവാൻ പ്രപഞ്ചം ഒന്നാകെ കരം കോർത്തു നിൽക്കുമ്പോൾ, പ്രകൃതിയും മനുഷ്യനും പൈശാചിക മണ്ഡലങ്ങളും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന തൻ്റെ അവകാശത്തെ പ്രകൃതിയുടെ പ്രതികൂലത്തിലും മനുഷ്യൻ്റെ വെല്ലുവിളികളിലും പൈശാചിക ആക്രമണങ്ങളുടെ കെടുതികളിലും ഒരു ഭക്തൻ ക്ഷീണിച്ചു പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ അവകാശം ക്ഷീണിച്ചാൽ അതിനെ ശക്തീകരിക്കുവാൻ, അതിനെ തണുപ്പിക്കുവാൻ, അതിനെ റിവൈവ് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ക്ഷീണം മനസ്സിലാകട്ടെ, ശരീരത്തിലാകട്ടെ, ആത്മീയതയിലാകട്ടെ, ഇന്ന് പകൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്ന, ക്ഷീണങ്ങളെ മാറ്റുന്ന ഒരു പകലായിരിക്കുക. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം
അതിൻ്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, ഏതു മേഖലയിലാണ് നീ ക്ഷീണിച്ചതെന്നിരിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്തിനെ ഉറപ്പോടുകൂടെ നിങ്ങളുടെ അടുക്കൽ പ്രസംഗിക്കുന്നു. എൻ്റെ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ക്ഷീണത്തിലേക്ക്, നിങ്ങളുടെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ അധികാരം വ്യാപരിക്കുന്നത് ഈ ആരാധനയിൽ ഇപ്പോൾ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ചോദിക്കാം, എവിടെയാണ് ഒരു മനുഷ്യൻ ക്ഷീണിപ്പാൻ സാധ്യതയുള്ളത്? മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്ന 5 ഘടകങ്ങളെ, അതിലധികമായിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ച 5 ഘടകങ്ങളെ പറഞ്ഞ് അതിനകത്ത് വിടുതലെടുത്ത് ആരാധിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ അറിവിന് വേണ്ടിയല്ല വചനം പ്രസംഗിക്കുന്നത്, വിടുതലിന് വേണ്ടിയാണ് വചനം പ്രസംഗിക്കുന്നത്. ഞാനൊരു ഇൻഫർമേഷന് വേണ്ടിയല്ല വചനം പ്രസംഗിക്കുന്നത്, ഞാനൊരു കൺഫർമേഷന് വേണ്ടിയാണ് വചനം പ്രസംഗിക്കുന്നത്. ഞാനൊരു ആശ്വാസത്തിന് വേണ്ടിയല്ല വചനം പ്രസംഗിക്കുന്നത്, നിന്റെ വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്. ഹോളി സ്പിരിറ്റ്, നിന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ച് ഫലിതം പറയിക്കാനല്ല ഞാൻ പ്രസംഗിക്കുന്നത്, പകരം നീ ദേശത്തിന്റെ നടുവിൽ ഒരു അത്ഭുതമാകാനാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിൽ കടങ്കഥയില്ല, എൻ്റെ പ്രസംഗത്തിൽ നാട്ടുകാര്യമില്ല, എൻ്റെ പ്രസംഗത്തിൽ ഫലിതങ്ങളില്ല. എൻ്റെ പ്രസംഗം ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ പ്രസംഗം വചനത്തിന്റെ അധികാരമാണ്. എൻ്റെ പ്രസംഗത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ടാകും. കാരണം ഇതെന്റെ മുഴങ്കാലുകളിൽ ദൈവം എന്നോട് പറയുന്ന വാക്കുകളാണ്. With a great confirmation, with a great assurance, I am in the presence of God. സ്തോത്രം. 6-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 6-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തൻ പറയുകയാണ്, ഞാൻ ക്ഷീണിച്ചു പോയി. എന്താണ് നീ ക്ഷീണിച്ചു പോയത്? ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. ഒരു മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഘടകമാണ് വൈരി എന്ന് പറയുന്നത്. മനുഷ്യനെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ നിരന്തരമായ ശത്രുതയുടെ നടുവിൽ അവൻ ക്ഷീണിച്ചു പോകും. ഒരുപക്ഷെ മാനുഷിക ശത്രുക്കളായിരിക്കാം, ഒരുപക്ഷെ പൈശാചിക ശത്രുതകളായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിൽ ശത്രുത മുഖാന്തരം ഉയരുന്ന നിന്ദയുടെ വാക്കുകളായിരിക്കാം, പരിഹാസത്തിൻ്റെ ധ്വനികളായിരിക്കാം. ഒരുപക്ഷെ ശത്രുത മുഖാന്തരം പൈശാചിക ആക്രമണത്തിനകത്ത് നിങ്ങളുടെ ശരീരം നിരന്തരം ബലഹീനപ്പെടുന്നതായിരിക്കാം. ഒരുപക്ഷെ ശത്രു നിങ്ങളെ നിരന്തരമായി ആക്രമിച്ച് ആത്മീയ ജീവിതത്തിലോ ഭൗമിക ജീവിതത്തിലോ നിങ്ങളുടെ കരിയറിലോ പ്രൊഫഷനിലോ എവിടെയൊക്കെയോ നിങ്ങളെ പരാജയപ്പെടുത്തുന്നതായിരിക്കാം. നിരന്തരമായ ശത്രുവിൻ്റെ വൈരിയുടെ വെല്ലുവിളികളിൽ ഒരു മനുഷ്യൻ ക്ഷീണിച്ചു പോകുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടോ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങളോട് പറയുന്നു, എവിടെയെങ്കിലും നിങ്ങൾ ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ശത്രുവിൻ്റെ നിരന്തരമായ വെല്ലുവിളി, പൈശാചിക ആക്രമണങ്ങൾ, മാനുഷിക കൂട്ടുകെട്ടുകൾ, ആഭിചാരത്തിൻ്റെ അധികാരങ്ങൾ, കൂടോത്രത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ കൂട്ടുകെട്ടുകൾ നിനക്കെതിരെ ഉയർന്നു നിന്ന് നിന്നെ ക്ഷീണിപ്പിക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ എവിടെ ക്ഷീണിച്ചു പോയോ അവിടെ നിന്റെ ക്ഷീണത്തെ മാറ്റി നിന്നെ ശക്തീകരിച്ച് നിന്നെ തണുപ്പിച്ച്, വൈരി നിനക്കെതിരെ നിന്നിടത്ത്, ശത്രു നിനക്കെതിരെ ഉയർന്നിടത്ത്, അത് പൈശാചിക മണ്ഡലമാകട്ടെ, അത് മാനുഷിക അധികാരമാകട്ടെ, ആമേൻ, ഏത് വിധത്തിലുള്ള enmity ആകട്ടെ, what manner of enmity against you, ഏത് വിധത്തിലുള്ളതായ ഏത് തരത്തിലുള്ളതായ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ നിനക്കെതിരെ ആക്രമിച്ച് നിന്റെ അടിവേരിന് കൊക്കുവെച്ച് ശത്രു വെല്ലുവിളിക്കുന്നെങ്കിലോ, ഇന്ന് പകൽ ആത്മാവിൽ ഉറക്കപ്പറ, നോ നോ നോ, എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. വൈരിയുടെ ആക്രമണങ്ങൾക്ക്, വൈരിയുടെ പദ്ധതികൾക്ക്, വൈരിയുടെ പിമ്പിലുള്ള സൈന്യത്തിന്, വൈരിയുടെ വാക്ശരങ്ങൾക്ക് എന്നെ ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. നിരന്തരമായ ശത്രുവിന്റെ പോർമണ്ഡലങ്ങളിൽ കാലിടറിപ്പോയ ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തീകരിക്കുന്നു. ദൈവശക്തി തൊടട്ടെ, ദൈവശക്തി തൊടട്ടെ. ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുമ്പാകെ നീ ക്ഷീണിച്ചു പോയി, ദുഷ്ടന്റെ പരിഹാസങ്ങളുടെ മുമ്പാകെ നീ ക്ഷീണിച്ചു പോയി, നിന്റെ പരാജയങ്ങളുടെ നടുവിൽ നീ ക്ഷീണിച്ചു പോയി. പക്ഷെ ഇന്ന് ഈ ആരാധനയിൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. യെശയ്യാ 40:29, അവൻ ക്ഷീണിച്ചവന് ശക്തി നൽകുന്നു, അവൻ ക്ഷീണിച്ചവന് ശക്തി നൽകുന്നു. ശത്രു നിന്നെ ക്ഷീണിപ്പിച്ചോ, പിശാച് നിന്നെ ക്ഷീണിപ്പിച്ചോ,
മനുഷ്യൻ നിന്നെ ക്ഷീണിപ്പിച്ചോ, രോഗം നിന്നെ ക്ഷീണിപ്പിച്ചോ, ആക്രമണങ്ങൾ നിന്നെ ക്ഷീണിപ്പിച്ചോ, ഇന്ന് പകൽ ദൈവം നിനക്ക് അതിന്മേൽ ശക്തി നൽകുകയാണ്. ക്ഷീണിച്ചു പോയ അവകാശത്തെ തണുപ്പിക്കുന്ന ദൈവം. 2, ഒരു മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നത് സ്തോത്രം ജീവിതത്തിലെ അകർത്യങ്ങൾ അവൻ്റെ തന്നെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ നടുവിലാണ്. 31-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ അകർത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എൻ്റെ അകർത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചു പോയി. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വയപരിശോധന ആവശ്യമാണ്. എവിടെയെങ്കിലും ഞാൻ അകർത്യത്തിൽ അകപ്പെട്ടോ, എവിടെയെങ്കിലും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയോ, എവിടെയെങ്കിലും എന്നിലൊരു അഹങ്കാരം സംഭവിച്ചോ, എവിടെയെങ്കിലും ഞാൻ എൻ്റെ സ്വയത്തിൽ പ്രശംസിച്ചോ, എവിടെയെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിൽക്കുവാൻ പരിശ്രമിച്ചോ, എവിടെയെങ്കിലും ഞാൻ ദൈവത്തിൽ നിന്നൊന്ന് അകന്നോ, എവിടെയെങ്കിലും ഞാൻ സർവശക്തനിൽ നിന്ന് അവൻ്റെ കൃപയിൽ നിന്നൊന്ന് അകന്നോ, എന്തുകൊണ്ടാണ് ഞാൻ ക്ഷീണിച്ചു പോകുന്നത്? ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതെങ്കിലും കുറവ് വശമോ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും പാപമോ ആണ് നിന്റെ ജീവിതത്തിൻ്റെ ക്ഷീണത്തിന് കാരണമെങ്കിൽ നീ അതൊരു നിത്യമായിരിക്കുന്ന ക്ഷീണമെന്ന് നീ കരുതരുത്. മടങ്ങി വന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ കൈക്കൊള്ളോ. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം 1 2 പാപമല്ല, സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുക. നിങ്ങളുടെ അകർത്യങ്ങൾ എത്ര വലുതായിരിക്കട്ടെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര ഭീകരമായിരിക്കട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞാടിൻ്റെ രക്തത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത, ദൈവത്തിന് മോചിക്കാൻ കഴിയാത്ത ഒരു തെറ്റും ഇന്ന് വരെ ഭൂമിയിൽ ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല. ലോകത്തിൽ എത്ര വലിയ പാപമുണ്ടെങ്കിലോ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ബലിമരണത്തിൽ കൂടെ പരിഹാരം വരുത്താത്ത ഒരു പാപവും ഇന്ന് പ്രപഞ്ചത്തിൽ ഇല്ല, ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. കാരണം പാപത്തിൻ്റെ ഏത് അതിതീവ്രമായ കറയെക്കാട്ടിലും സർവശക്തമാണ് എൻ്റെ യേശുവിൻ്റെ രക്തം. അകർത്യം മനുഷ്യനെ ക്ഷീണിപ്പിക്കുക, എന്നാൽ യേശുവിൻ്റെ രക്തം അവനെ ശുദ്ധീകരിക്കുമ്പോൾ, കാൽവറിയുടെ ബലിമരണം അവനെ നീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, കർത്താവിൻ്റെ മനസ്സലിവിനാൽ അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോൾ അവൻ്റെ ക്ഷീണങ്ങൾ മാറും. യേശു കർത്താവ് കഫർനഹൂമിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 4 പേർ കിടക്കയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അവന് കരികാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, അവന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, അവന് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. യേശുവിന് മനസ്സിലായി, ആരോഗ്യമുള്ള മനുഷ്യൻ, ഓടി നടന്ന മനുഷ്യൻ ഇങ്ങനെ കിടന്നുപോയതിൻ്റെ പിമ്പിൽ ഒരു പാപം കടന്ന് വ്യാപരിക്കുന്നുണ്ട്. ഒരു സിൻഫുൾ ക്ലെയിം, ഒരു പാപഭംഗിലമായ ഒരു അവകാശവാദം അവന് നേരെ നിൽക്കുകയാണ്. യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപമോചനം ലഭിച്ച ഉടനെ ആ മനുഷ്യൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റ് അവനെ ചുമ്മിക്കൊണ്ടുവന്ന കിടക്കയെ അവൻ 4 മടക്കി തലയിൽ വെച്ച് യേശു കർത്താവിന് സ്തോത്രം പാടി ആശ്ചര്യഭരിതരായി നോക്കി നിന്ന പുരുഷാരത്തിന്റെ നടുവിൽ കൂടെ അവൻ വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് പുരുഷാരൻ ചോദിച്ചു, മനുഷ്യന് പാപമോചനം കൊടുക്കാൻ അധികാരമുള്ള ഇവൻ ആരാകുന്നു? യേശു കർത്താവ് പിന്നെയും ആമേൻ അതിൻ്റെ ഇടയിൽ ആവർത്തിച്ചു പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യൻ പുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്നറിയേണ്ടതിന് ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ കിടക്ക എടുത്ത് വീട്ടിൽ പോക. ദൈവപുത്രന്റെ പാപമോചനത്തിന്റെ അധികാരം ക്ഷീണങ്ങളെ മാറ്റുന്നതിൽ കൂടെ വെളിപ്പെടും. ഇന്ന് പകൽ ഞാൻ അതിനെ എല്ലാ ആസ്പെക്റ്റിലും അപ്ലൈ ചെയ്ത് പറയുകയാണ്. പിതാക്കന്മാരുടെ അകർത്യം കൊണ്ട്, പൂർവികരുടെ പാപം കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ കാലിടറി വീഴുമെന്ന്, പാരമ്പര്യ ശാപം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റം ഉണ്ടാകത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൈവപുത്രൻ ഇറങ്ങി നിന്ന് പറയുകയാണ്, ഞാൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, ഞാൻ നിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്നേഹിത, ദൈവ പൈതലേ, നീ അകർത്യങ്ങളാൽ ക്ഷീണിക്കപ്പെടേണ്ടവനല്ല, നീ പാപങ്ങളാൽ ഒതുങ്ങിപ്പോകേണ്ടവനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ യേശു കർത്താവ് കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു പാപയാഗമായി, ഒരകർത്യ മൃഗമായി, കണ്ടാൽ ആളറിയാതെ വണ്ണം ആപാദചൂടം രക്തത്താൽ അലങ്കൃതനായി, തലയിൽ മുൾക്കിരീടം ചൂടി, ഈ കാരിരും വാണികളാൽ തറയ്ക്കപ്പെട്ടവനായി, മുതുകുഴവുചാൽ പോലെ കീറി, വിലാപ്പുറം കുന്തം കൊണ്ട് തുളയ്ക്കപ്പെട്ട് വിരൂപം മുഖത്തോടുകൂടെ എൻ്റെ അരുമനാഥൻ ആ കൊലക്കളത്തിൽ തകർക്കപ്പെടേണ്ടിയിരുന്നില്ല. യേശു കർത്താവിൻ്റെ ഈ ബലിമരണം അത് ഞാനും നിങ്ങളും അകർത്യത്താൽ ക്ഷീണിക്കാതിരിക്കേണ്ടതിനാണ്. ഒരകർത്യവും നിന്നെ ക്ഷീണിപ്പിക്കത്തില്ല. 3-മതായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ഷീണം സംഭവിക്കുന്നത്
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും, നിന്റെ കണ്ണ് ഇടവിടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും എന്ന് പറയുകയാണ്. തലമുറകൾ കൈവിട്ടു പോകുമ്പോൾ, തലമുറകൾ മറ്റൊന്നിന് അടിമയാകുമ്പോൾ, തലമുറകൾ പാപത്തിന് അടിമയാകുമ്പോൾ, തലമുറകൾ രോഗത്തിന് അടിമയാകുമ്പോൾ, തലമുറകൾ കൂട്ടുകെട്ടുകൾക്ക് അടിമയാകുമ്പോൾ, കുഞ്ഞുങ്ങൾ മറ്റു ചില അടിമത്വങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ ക്ഷീണിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് പകൽ ദൈവിക വിടുതലിൽ വിശ്വസിച്ചാട്ടെ, ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി നൽകുന്നു. നാളുകളായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ഈ ആരാധനയിൽ ഒരു മറുപടി ദൈവം നൽകുമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ഉറപ്പ് നൽകുന്നതിനെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഇവിടെ പറയുകയാണ്, ആമേൻ, മക്കൾ അന്യജാതിക്ക് അടിമകളായിപ്പോയി. എന്നാൽ അതിൻ്റെ വേറൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്: മക്കൾ മറ്റുള്ളവർക്കായിപ്പോയി, മക്കൾ മറ്റുള്ളവർക്കായിപ്പോയി. മക്കൾ ഇന്ന് നിന്റെ കൈപ്പിടിയിൽ നിന്ന് അകന്നുപോയി. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ, മക്കൾ അന്യം നിന്നു പോകുമ്പോൾ, ആമേൻ, സ്വന്തമെന്ന് കരുതി അവർ കൈവിട്ടു പോകുമ്പോൾ, അവർ പാപത്തിന് വഴിപ്പെട്ട്, അവർ ചില വാക്കുകൾക്ക് വഴിപ്പെട്ട്, ചില വ്യക്തികളുടെ സ്വാധീനതയിൽ നിന്നെ പെറ്റു വളർത്തിയ അപ്പനെയും അമ്മയെയോ, പാൽ കൊടുത്ത മാതാപിതാക്കളെ, പോറ്റി വളർത്തിയ മാതാപിതാക്കളെ, ചൂട് നൽകി ചേർത്ത് പിടിച്ച കുടുംബത്തെ തള്ളിക്കളഞ്ഞ് വേറെ എവിടെയോ പാപത്തിനും വഴിവിട്ട ജീവിതത്തിനും അടിമയായി പോകുമ്പോൾ ഒരപ്പൻ്റെ അമ്മയുടെ ഹൃദയം ക്ഷീണിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ 28:32 നിന്റെ മക്കൾ അന്യജാതിക്ക് അടിമകളായതുകൊണ്ട് നീ ക്ഷീണിച്ചു പോയാൽ, യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി നൽകുന്നു. ഇന്ന് പകൽ ഞാൻ ചില മാതാപിതാക്കളോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഒരു ശക്തി നൽകുക, നിന്റെ കണ്ണുനീരിനകത്ത് ദൈവം ഒരു ശക്തി നൽകുക. പിശാച് അവകാശം പറയുന്ന തലമുറകളെ, മദ്യപാനം അവകാശം പറയുന്ന തലമുറകളെ, വഴിവട്ട കൂട്ടുകെട്ടുകൾ അവകാശം പറയുന്ന തലമുറകളെ മടക്കി ദൈവത്തിങ്കലേക്ക് കൊണ്ടുപോകുവാൻ, ദൈവത്തിന്റെ സന്നിധാനത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് അതിന് സാധ്യതയുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പാപത്തിന്റെ അഴുക്കുചാലിലായിരിക്കും. പക്ഷെ ഉറപ്പോടുകൂടെ പറഞ്ഞാട്ട്, അവന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിറവേറും, അവന്റെ മേലുള്ള ദൈവ പദ്ധതി നിറവേറും, അവന്റെ മേലുള്ള ദൈവാലോചനകൾ നിറവേറും. ഫിലേമോന്റെ അടുക്കൽ ദൂത് എഴുതുമ്പോൾ, ഫിലേമോന്റെ അടുക്കൽ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നിന്റെ അടിമ ഒരുത്തനെ നിനക്ക് നഷ്ടപ്പെട്ടു, ചില നാളുകളേക്ക് നഷ്ടപ്പെട്ടത് എന്നേക്കും അവനെ നിനക്ക് കിട്ടേണ്ടതിനായിരിക്കാം. ജീവിതത്തിൽ എവിടെയോ ചില നാളുകൾ കൈമോശം വന്നുവെന്ന് പറഞ്ഞ് നീ അധൈര്യപ്പെട്ടു പോകരുത്. മിസ്രൈമിൽ ഒരു ലേവ്യ കുടുംബം ഉണ്ടായിരുന്നു, 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങൾ. പക്ഷേ ആ നാഗരികതയുടെ വ്യവസ്ഥയ്ക്കകത്ത്, മിസ്രൈമ്യ സാമ്രാജ്യത്തിന്റെ അധംപതിച്ച ഭരണ സംവിധാനത്തിനകത്ത് ഒരു മകൻ കൊട്ടാരത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. അന്നതിന് ഒത്താശ ചെയ്തു നിന്ന മൂത്ത പെങ്ങൾ എവിടെയെന്നറിയത്തില്ല. പിന്നെ വേറൊരു ചെറുക്കനുണ്ടായിരുന്നു, അവനെയും കാണത്തില്ല. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ 3 കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ചെതറിപ്പോയി. 2 പേര് എവിടായിരുന്നെന്ന് പോലും അറിയത്തില്ല. ഒരുത്തനെ എനിക്കറിയാം, ആ പുള്ളിക്കാരൻ വേറെ ഒരു ജാതിക്കാരന്റെ അടുക്കൽ, വേറെ ഒരു ദേശക്കാരന്റെ അടുക്കൽ ചെന്ന് അവന്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ നടക്കുകയായിരുന്നു. പക്ഷേ ആ മരുഭൂമിക്കപ്പുറം ഒരു ദിവസം ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ അവരുടെ ഉടയവനായിരിക്കുന്ന ദൈവം ഉൾപ്പടർപ്പിൽ നിന്ന് തീജ്വാല പോലെ അവനോട് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ആമേൻ, നിന്നെ എനിക്കറിയാം, നീ മോശയല്ലേ, നീ മോശയാകൊണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ തിരികെ മിസ്രൈമിലേക്ക് പോകാൻ. മോശ ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, മോശേ, ഈ മിസ്രൈമിൽ എനിക്ക് ആരുമില്ല, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ദൈവം മോശയെ യാത്ര അയക്കുമ്പോൾ പറഞ്ഞു, നാളുകൾക്ക് മുമ്പേ നീ മിസ്രൈം വിടുമ്പോൾ നിന്റെ കുടുംബം തകർന്നു, നിന്റെ സഹോദരങ്ങൾ എവിടെയെന്ന് നിനക്കറിയത്തില്ല, നിന്റെ കുടുംബത്തിന്റെ അടിവേര് പറിച്ചു കളഞ്ഞല്ലേ. പക്ഷേ നീ ഇന്നിവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നിനക്കൊരു സഹോദരനുണ്ടല്ലോ, അഹരോൻ. ആ അഹരോനെ ഞാൻ നീയുമായി കണക്ട് ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ ചെതറിപ്പോയ മോശയുടെ സഹോദര്യ ബന്ധം. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ മോശ ഒരു പ്രവാചകനായി മാറ്റപ്പെട്ടു, അഹരോൻ ഒരു പ്രീസ്റ്റായി, ഒരു പുരോഹിതനായി മാറ്റപ്പെട്ടു, മിരിയാം ഒരു വർഷിപ്പ് ലീഡറായി മാറ്റപ്പെട്ടു. മിസ്രൈമ്യ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിനും അരാജകത്വത്തിനോ മോശയുടെ അപ്പന്റെ ലേവ്യ കുടുംബത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സമയത്തേക്ക് മോശ അന്യ
പ്രദേശത്തിലേക്ക്, അഹരോൻ വേറൊരു ഇടത്തിലേക്ക്, മിരിയാം വേറൊരിടത്തിലേക്കും തകർക്കപ്പെട്ടുവെങ്കിലോ ദൈവം ഒരുത്തനെ പ്രൊഫറ്റായി, ഒരുത്തനെ പ്രീസ്റ്റായി, ഒരുത്തനെ വർഷിപ്പറായി വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ച് ആലയത്തിൽ നിർത്തി ആരാധന കഴിപ്പിച്ചെങ്കിൽ നിന്റെ തലമുറകളെ കൊണ്ടുപോകുമെന്ന് പറയുന്ന പിശാച് പോകാൻ പറയുന്നേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിരന്തരമായ ശത്രുവിന്റെ ആക്രമണത്തിൽ മനുഷ്യൻ ക്ഷീണിച്ചു പോകും. പക്ഷെ അവിടെ ദൈവം ശക്തി നൽകും. 2, ജീവിതത്തിലെ പാപങ്ങൾ എതിർ ക്ലെയിമുകളെ ഉയർത്തുമ്പോൾ ക്ഷീണിച്ചു പോകും. പക്ഷേ യേശുവിൻ്റെ രക്തം അവിടെ നമുക്ക് ശുദ്ധീകരണത്താൽ ശക്തി നൽകും. 3, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ തലമുറകൾ കൃപയിൽ നിന്നും തൻ്റെ കൈപ്പിടിയിൽ നിന്നും അകന്നു പോകുമ്പോൾ മനുഷ്യൻ നിരാശനാകും. പക്ഷേ ദൈവം അവൻ്റെ ക്ഷീണത്തിൽ ശക്തി നൽകി തലമുറകളെ മടക്കിക്കൊണ്ടുവരും. 4-ാമത്തെ വിഷയം യെരമ്യാ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹൂദ ദുഃഖിക്കുന്നു, അതിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധിക്കുന്നവൻ എന്നാണ്. പക്ഷേ ആ വാക്കിനെ ചേർത്ത് നിങ്ങൾ അതൊന്ന് വായിച്ചേ. ആരാധിക്കുന്നവൻ ദുഃഖിക്കുന്നു, അതിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ആരാധിക്കുന്നവൻ ദുഃഖിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അസാധാരണമായ ക്ഷീണങ്ങൾ സംഭവിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒരു കാലത്ത് ദൈവവേലയിൽ ഉത്സാഹമുള്ളവനായിരുന്നോ? ഇന്ന് ആരോടോ പരിശുദ്ധാത്മാവ് ഭയങ്കര പേഴ്സണലായിട്ട് കയറി ഇടപെടുകയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഒരു കാലത്ത് ദൈവരാജ്യത്തിന് വേണ്ടി കത്തി നിന്ന ഒരു വ്യക്തിയാ. ഒരു കാലത്ത് നീ കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിന്ന ഒരു കാലത്ത് നീ അഭിഷേകത്തിന്റെ തീപ്പന്തമായിരുന്നോ? ഒരു കാലത്ത് നീ അസാധാരണമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാ. പക്ഷേ ഇന്ന് നീ പടിവാതിൽക്കൽ ഇരുന്ന് ദുഃഖിക്കുകയാ. പടിവാതിൽക്കൽ ഇരുന്ന് ദുഃഖിക്കുക. കാരണം വാതിലിന് പുറത്തേക്ക് നിനക്ക് ആക്സസ് ഇല്ല. നിന്റെ ജീവിതത്തിൽ എവിടെയോ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് വേണ്ടി നിന്നിട്ടും വഴി അടഞ്ഞു പോയി. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. നിന്റെ ശുശ്രൂഷ മണ്ഡലം തീർന്നെന്നോ, നിന്റെ അനുഗ്രഹം തീർന്നെന്നോ, നിന്റെ ഉപയോഗ കാലഘട്ടം തീർന്നെന്നോ നീ കരുതുന്ന ഇടത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, കറിയിലെ കറിവേപ്പില പോലെ ഉപയോഗിച്ചിട്ട് ചുരുട്ടിയെറിയുന്ന ഒരു ടിഷ്യൂ പേപ്പർ പോലെ ദൈവം നിന്നെ കളയത്തില്ല. നീ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് നീ ദൈവത്തിന് വേണ്ടി നിന്നത് അറിയുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയുടെ ക്ഷീണങ്ങളെ മാറ്റി. നിന്റെ വീട്ടിൽ ഒരു കാലത്ത് ആരാധനയുണ്ടായിരുന്നോ? നിന്റെ വീട്ടിൽ ഒരു കാലത്ത് നിരന്തരമായ പ്രയറുകൾ ഉണ്ടായിരുന്നോ? പലയിടങ്ങളിൽ നിന്ന് പോലും, വ്യക്തിപരമായി ഞാൻ പറയാം കേട്ടോ, സ്തോത്ര, പലയിടങ്ങളിൽ നിന്ന് പോലും നിന്റെ വീടുകളിൽ വന്ന് ആരാധിക്കുമായിരുന്നോ? നീ ഒത്തിരി ആഹാരം ദൈവജനത്തിന് വേണ്ടി കരുതിയിരുന്നതാ. നിന്റെ നന്മയിൽ നിന്നൊക്കെ നീ ഒരു ശേഷിപ്പെടുത്ത് സുവിശേഷത്തിനും ദരിദ്രർക്കും വേണ്ടി മാറ്റിവെച്ചതാ. പക്ഷേ ഇന്ന് ഉത്തരം കിട്ടാത്ത ആരാധനയുടെ ആരംഭത്തിൽ അഭിഷക്തൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ അസാധാരണ ചോദ്യങ്ങൾ എഴുന്നേറ്റ് വരുമെന്ന്. അതുപോലെ ഇന്ന് നിന്റെ മുമ്പാകെ ഞാൻ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ശുശ്രൂഷിച്ചിട്ടും അഭിഷക്തന്മാരെ മാനിച്ചിട്ടുമൊക്കെ ഞാൻ എന്താ ഇങ്ങനായി പോയതെന്നുള്ള നീ കരം പിടിച്ചു മുമ്പിൽ കൊണ്ടുവന്നവർ പോലെ ഇന്ന് നിന്നെ ഒന്ന് കണക്റ്റ് ആകാതെ നിൽക്കുമ്പോൾ, എവിടെയോ നിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആരാധിക്കുന്നവൻ ദുഃഖിക്കുന്നു, അവന്റെ പടിവാതിൽക്കൽ ക്ഷീണിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ആരെയോ അവരുടെ വീടുകളിൽ നിന്ന് താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്ന് പ്രസംഗിച്ചതിന്റെ വേറെ ഒരു പോയിന്റോ വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇതൊരു അഭിഷക്തയെ പിടിച്ചു പൊക്കുന്നതിന് ഞാൻ ആത്മാവിൽ കാണുന്നു. എന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ യഹൂദ ദുഃഖിക്കുന്നു, അവന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിക്കുന്നു. ആരാധിക്കുന്നവൻ ദുഃഖിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കുന്നവൻ ദുഃഖിക്കാൻ തുടങ്ങിയാൽ അകത്ത് വലിയ ക്ഷീണം സംഭവിക്കും. Do not be afraid. Do not be dismayed. ദൈവം നിന്റെ വലത്ത് ഭാഗത്തുണ്ട്.
അവൻ ക്ഷീണിച്ചിരുന്ന് തൻ്റെ അവകാശത്തെ തണുപ്പിക്കുന്നു. നീ ക്ഷീണിച്ചുവെന്നുള്ളത് സത്യമാണ്. നീ തളർന്നുവെന്നുള്ളത് സത്യമാണ്. നീ ദൈവത്തോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ രാത്രിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. നിനക്ക് ബൈബിളിനോട് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ നിനക്ക് തുറന്നൊന്നും വായിക്കാൻ പറ്റാത്ത ദിനരാത്രങ്ങളിൽ കൂടെയാണ് നീ കടന്നു പോകുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് ഇങ്ങനെ പറയാൻ എന്നോട് പറയുന്നു, നീ ക്ഷീണിച്ചുവെന്നുള്ളത് സത്യമാണ്, ബട്ട് യു ആർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗാഡ്. നീ ദൈവത്തിൻ്റെ അവകാശമാണ്. നിന്റെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷ അളന്നിട്ടോ അല്ല, പകരം നീ ദൈവത്തിൻ്റെ അവകാശമായതുകൊണ്ട് ദൈവം നിന്നെ റിവൈവ് ചെയ്യും. ദൈവം നിന്നെ റിവൈവ് ചെയ്യും. ശുശ്രൂഷയുടെ പിന്നെയും ഞാൻ വ്യക്തിപരമായി പറയാം, ശുശ്രൂഷയുടെ പഴയ തലത്തിലേക്ക് ദൈവം നിന്നെ റിട്ടേൺ കൊണ്ടുപോവുകയല്ല. ശുശ്രൂഷയുടെ വേറെ ഒരു തലത്തിലേക്ക്, ഇതുവരെ നീ അറിഞ്ഞിട്ടില്ലാത്ത ശുശ്രൂഷയുടെ വേറെ ഒരു വളവിലേക്ക്, വേറെ ഒരു തിരിവിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ അങ്ങനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഹോലി സ്പിരിറ്റ് ഹോരേബിൽ നിന്ന് ഏലിയാവിനെ ശുശ്രൂഷ ഷിഫ്റ്റ് ചെയ്തതുപോലെ ഈ ഒരു ഗതികെട്ട സീസണിനകത്തുനിന്ന് ദൈവം നിന്നെ പൊക്കിയെടുത്തിട്ട് ദൈവം നിന്നെ വേറെ ഒരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അഭിഷക്തനെ നിന്നെ കുടുംബമായി ദൈവം എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓൺലൈനിൽ ഇരിക്കുന്ന ഒരു കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി സ്പർശിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ക്ഷീണിപ്പിക്കുന്ന അഞ്ചാമത്തെ വിഷയത്തെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒന്ന്, ജീവിതത്തിൻ്റെ ശത്രുതകൾ നിരന്തരമായ ആക്രമണത്തിൽ ക്ഷീണിച്ചു പോയോ, ദൈവം ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തും. രണ്ട്, ജീവിതത്തിൻ്റെ കുറവുകൾ ബലഹീനതകൾ നിമിത്തം ക്ഷീണിച്ചു പോയോ, ഇന്ന് പകൽ യേശുവിൻ്റെ രക്തം നിന്നെ ശക്തിപ്പെടുത്തും. മൂന്ന്, മക്കളുടെ അനാത്മീയത കൊണ്ടോ മക്കളുടെ പെരുമാറ്റം കൊണ്ടോ നീ ക്ഷീണിച്ചു പോയോ, ദൈവം ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തും. നാല്, നീ ആരാധിക്കുന്നവനും ശുശ്രൂഷിക്കുന്നവനും ആയിരുന്നെങ്കിലും ജീവിതത്തിൽ നേരിട്ട ദുഃഖത്തിൽ നീ ക്ഷീണിച്ചു പോയോ, ദൈവം ഇന്ന് നിന്നെ റിവൈവ് ചെയ്യും. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കയറട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. എന്താണ് ആശാവിളംബനം? വിളംബനം എന്ന് പറഞ്ഞാൽ ഹോപ്പ് ഡിഫേർഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾക്ക് വരുന്ന കാലതാമസം. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, പ്രതീക്ഷകൾക്ക് വരുന്ന കാലതാമസം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. പ്രതീക്ഷകൾക്ക് വരുന്ന കാലതാമസം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. എന്നാൽ അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി ഒരു 40 വയസ്സിന് താഴെയുള്ളവരോട് മാത്രമായി ഞാൻ ശുശ്രൂഷിക്കുകയാണ്. നിന്റെ പ്രതീക്ഷകളിൽ മണ്ണ് വാരിയിട്ട്, നീ എത്ര തീയിട്ടിട്ടും തിളയ്ക്കാത്ത ഒരു വെള്ളം പോലെ, നീ എത്ര കാത്തിരുന്നിട്ട് വിരിയാത്ത ഒരു മുട്ട പോലെ നിന്റെ പ്രതീക്ഷകൾ താമസിച്ച് പോകുമ്പോൾ, when your hope get differs, നിന്റെ പ്രതീക്ഷകൾ താമസിച്ചു പോകുമ്പോൾ, നീ 2024 പുലർന്നപ്പോൾ ഏതാണ്ടൊക്കെ നടക്കൂന്ന് ചിന്തിച്ചു. ജൂൺ മാസം വരെ നിനക്ക് ഭയങ്കര ഹോപ്പായിരുന്നു, ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ദൈവം ചെയ്യുമെന്ന്. ഈ വർഷത്തിൽ പേഴ്സണലി ദൈവാത്മാവ് ഇടപെടുന്നു. നീ മാസത്തിന്റെ 25, 26 തുടങ്ങിയ ദിവസങ്ങൾ 31 വരെ നീ ഭയങ്കരമായി മോട്ടിവേറ്റഡ് ആയിരുന്നു. ഈ ദിവസങ്ങൾക്കുള്ളിൽ, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ ദൈവം ചെയ്യുന്നു. പക്ഷെ മാസം 1, 2, 3, 4, 5, 6, 7 പോയി, നിന്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല. ആമേൻ. നിന്റെ പ്രതീക്ഷകൾ നീണ്ടുപോയി. The deferred hope, പ്രതീക്ഷകൾ നടക്കാതെ. ദൈവം ഈ ഉപവാസം കഴിയുമ്പോൾ എന്തേലും ചെയ്യോ, ദൈവം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എന്തേലും ചെയ്യോ, ദൈവം ഈ ആരാധന കഴിയുമ്പോൾ എന്തേലും ചെയ്യോ. നീ ഒത്തിരി പറഞ്ഞു, നീ ഒത്തിരി പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. അതാ സത്യം, ഒന്നും നടന്നില്ല. യു ആർ ലിവിംഗ് വിത്ത് എ ഡിഫേർഡ് ഹോപ്പ്. ആമേൻ. പ്രതീക്ഷ നടക്കാതെ ഇന്ന് നടക്കും, നാളെ നടക്കും, മറ്റന്നാ നടക്കും. ആമേൻ. നീ ഒരു ലോട്ടറി കച്ചവടക്കാരന്റെ വാചകമടി പോലെ നാളെ എന്ന് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ക്ഷീണിക്കുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞാൻ നിന്നെയല്ലേ വിശ്വസിച്ചത്, ഞാൻ ലോട്ടറിക്കാരനെ അല്ല ഞാൻ വിശ്വസിച്ചത്, ഞാൻ മീനാക്ഷി ലോട്ടറിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കാത്തിരിക്കുകയല്ല, നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചിട്ടല്ലേ നിൽക്കുന്നത്, പിന്നെ എനിക്കെന്താ ഇങ്ങനെ വന്നതെന്ന് നീ ക്ഷീണിച്ചു പോയി. You are living with a deferred hope. That's why you get fainted. നീ ക്ഷീണിച്ചു പോയതിന്റെ കാര്യം പരിശുദ്ധാത്മാവിന് നന്നായി അറിയാം. You are living with a deferred hope. You are living with a deferred hope. Hope is there.
അമേൻ. നീ ഡേറ്റ് മാറ്റി മാറ്റി വിട്ടു. പ്രവാചകന്മാർ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞു. ഓ, നീ കലണ്ടറിൽ വിശ്വസിച്ചു. പ്രവാചകന്മാരെ എന്തിനാ കുറ്റം പറയുന്നേ? നീ തന്നെ സ്വപ്നം കണ്ട് ചില ഡേറ്റുകൾ, പക്ഷെ വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. യു ആർ ഫെയിൻറ്റഡ് ബിക്കോസ് ഓഫ് സം ഡിഫേർഡ് ഹോപ്പ്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകാൻ പോവുകയാ. യു ആർ ലിവിംഗ് വിത്ത് എ ഡിഫേർഡ് ഹോപ്പ്. പക്ഷെ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷമാകുന്നു. നീ ക്ഷീണിച്ചിരിക്കുന്നിടത്ത് ദൈവം ഒരു ജീവവൃക്ഷത്തെ കാണിച്ചു തരാൻ പോവുകയാ. The fulfillment of the promises. The fulfillment of the promises. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, വാഗ്ദത്തം നിറവേറും, വാഗ്ദത്തം നിറവേറും. You are not going to live with a deferred hope, but you are going to live with fulfilled promises. ചിലരുടെ കുടുംബങ്ങൾക്കകത്ത് അസാധാരണമായ ദൈവശക്തിയുടെ ചലനങ്ങൾ. വാഗ്ദത്തം നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കും. ഞാനൊരു 2-3 മിനിറ്റിൽ വാഗ്ദത്തം നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കും. പക്ഷെ 119 സങ്കീർത്തനം 82 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവമേ നിന്റെ വാഗ്ദാനം കാത്തു ഞാൻ ക്ഷീണിക്കുന്നു. വാഗ്ദത്തം എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നേ. പക്ഷെ ഇവിടെ പറയാ, വാഗ്ദാനം എന്നെ ക്ഷീണിപ്പിച്ചു. ദൂതൊന്നും കേട്ടില്ലായിരുന്നു, ഇത്ര സങ്കടം വരത്തില്ലായിരുന്നു. കർത്താവ് ആശയൊന്നും തരാതിരുന്നെങ്കിൽ ഇത്ര സങ്കടം വരത്തില്ലായിരുന്നു. സ്വപ്നങ്ങൾ തന്നില്ലേ, വാഗ്ദത്തങ്ങൾ തന്നില്ലേ, വെറുതെ കിടന്ന് എന്നെ ഉണർത്തി വിളിച്ച് എൻ്റെ അകത്ത് ദർശനം തന്നില്ലേ. എന്നിട്ടിപ്പോ ഐ എം ലിവിംഗ് വിത്ത് എ ഡിഫേർഡ് ഹോപ്പ്. തെറ്റിപ്പോയ ഒരു പ്രതീക്ഷയുമായി ഞാൻ ഇല്ല. നിനക്കൊന്നും തരത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയത്തില്ലായിരുന്നല്ലോ. നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല, നിന്റെ ഗ്രഹത്തെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാനങ്ങ് മിണ്ടാതിരുന്നേനല്ലോ. എപ്പോഴും സ്നേഹമാ, ഇഷ്ടമാ, കരുതലാ, എൻ്റെ കുഞ്ഞാ, ഞാൻ നിന്റെ അപ്പനാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ധൈര്യപ്പെടുത്തിയില്ലേ. എന്നിട്ടെന്താ കാര്യത്തോടെടുക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നേ? യു ആർ ഫെയിൻറ്റഡ് because of a deferred hope. Oh, ruka bashakar. ഇന്ന് പകൽ നിന്റെ ക്ഷീണത്തിൽ ദൈവം നിന്നെ ശക്തീകരിക്കും. എങ്ങനെ ശക്തീകരിക്കും? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിന്റെ ജീവശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ഞാൻ എന്നാൽ ഇന്ന് ഒരൊറ്റ ഭാഗമാണ് അതിനകത്ത് പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിയിങ്കൽ ഞാൻ ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ഞാൻ ക്ഷീണിച്ചിരുന്ന സമയത്ത് ഗബ്രിയേൽ എന്ന ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. Right now the angelic realm is being opened in your place. കണ്ണുകളെ അടച്ച് ആത്മതലത്തിലേക്ക് കയറിക്കേ. ഇതിനകത്തൊരു സ്പിരിറ്റ് റലം ഓപ്പണായി വരുന്നു. അല്ലല്ല, അതിലുപരിയായി ഒരു ഏഞ്ചലിക് റലം ഓപ്പണായി വരുന്നു. When Daniel was fainted, ദാനിയേൽ ക്ഷീണിച്ചപ്പോൾ സ്വർഗം തുറന്നു, ഒരു ദൂതൻ ഇറങ്ങി വന്നു. Right now an angel is descending for you. ആർക്കമാ ശബം പ്രൗഢാ ബനാചരം പ്രൗഢാനി. മുന്തിരിച്ചക്കിനരികെ ഗിദയോന്റെ അടുക്കൽ ഒരു ദൂതൻ ഇറങ്ങി വന്നതുപോലെ, ഗത്സമനയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നതുപോലെ, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നതുപോലെ, പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നതുപോലെ, പത്മോസിൽ യോഹന്നാന്റെ അടുക്കൽ ഒരു ദൂതൻ ഇറങ്ങി വന്നതുപോലെ, an angelic realm is being opened. An angelic realm is being opened. ഒരു ദൂതൻ നിനക്കായി ഇറങ്ങി വരുന്നു. ഒരു ദൂതൻ നിനക്കായി ഇറങ്ങി വരുന്നു. ഒരു ദൂതൻ നിന്റെ കൈക്ക് പിടിക്കുന്നു. ഒരു ദൂതൻ നിന്റെ മുമ്പാകെ വാതിലുകളെ തുറക്കുന്നു. ഗബ്രിയേലേ, മീഖായേലേ, thank Lord for the angelic realm. ബലഹീനതയിൽ നല്ല ബലമേകും. അതരം തുറന്ന് പറഞ്ഞേ, ബലഹീനതയിൽ നല്ല ബലമേകും.
വിശ്വാസത്തോടെ പറഞ്ഞേ, ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നീ ക്ഷീണിച്ചു പോയെങ്കിലോ, ഏത് വെല്ലുവിളിയുടെ നടുവിൽ നിന്റെ കാലുകൾ ഇടറിപ്പോയെങ്കിലോ, ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിന്റെ മനസ്സ് തകർന്നു പോയെങ്കിലോ, അഭിഷക്ത പ്രഭുക്കന്മാരെ, ദൈവത്തിന്റെ പൊന്നുമക്കളെ, എഴുന്നേറ്റ് നിന്നൊന്ന് പ്രോക്ലെയിം ചെയ്തേ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾപ്പാറയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നൻ ആശ്രയമാ. ബലഹീനതയിൽ നല്ല ബലമേകും, ഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾപ്പാറയിൽ അനുദിനമൊളി നൽകും, കൃപയും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾപ്പാറയിൽ അനുദിനമൊളി നൽകും. എല്ലാവരും കൈവിട്ടയിടത്ത് പറ, എല്ലാ പ്രതികൂലമായ ഇടത്ത് പറ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഇടത്ത് പറ, കൃപ കൃപ കൃപ. എന്റെ താഴ്ചയിൽ അവരെന്നെ ഓർത്തല്ലോ, വൈരിയൻ ബലമവൻ തകർത്തല്ലോ, എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. എന്റെ താഴ്ചയിൽ, ഓ എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിയൻ ബലമവൻ തകർത്തല്ലോ, എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. കൃപ കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്ന് ആനന്ദമാണ്, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും, തിരുജീവന തന്നവനിനി വേലും കൃപയാൽ നടത്തുമെന്നേ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും, തിരുജീവന തന്നവൻ കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്ന് ആനന്ദമാണ്, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്നു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്നു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്ന് ആനന്ദമോ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയും. വൈരികൾ വന്നാലും, ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും, ചെറുപാടിക്ക വൈരികൾ വന്നാലും എതിരുയർന്നാലും, ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി, കൃപ മതി, കൃപ മതി. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും